തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയാണ്. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനോടൊപ്പമുണ്ട്. ഹരിയും KSUവിന്റെ മാർച്ച് എന്തിനാണ്? ഈ മാർച്ച് പ്രധാനമായിട്ടും KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മാർച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നവകേരള സദസ്സിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കരിങ്കൊടി കാണിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്ത KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസും DYFI പ്രവർത്തകരും അക്രമം അഴിച്ചുവിടുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള മാർച്ച് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയം മുമ്പാണ് കോൺഗ്രസിന്റെ KPCC ആസ്ഥാനത്ത് നിന്ന് ഈ മാർച്ച് ആരംഭിച്ചത്. മാർച്ച് DGP ഓഫീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് മുന്നോട്ട് വരും തോറും വഴിയിലുടനീളം കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള എല്ലാ ബോർഡുകളും, പ്രത്യേകിച്ച് നവകേരള സദസ്സിന്റെ എല്ലാ ബോർഡുകളും നശിപ്പിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് വലിയ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ 200ഓളം പ്രവർത്തകർ KSUവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും സമാനമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റേതായി ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഏകദേശം പോലീസിന് 2.5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ്. ഇന്ന് സമാനമായി ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു മുൻകരുതൽ അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് പോലീസ് ഇന്ന് കൂടുതൽ സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് DGP ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ KSUവിന്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് മാത്യു കൊളനാടൻ MLA ആണ്. KPCC ആസ്ഥാനം മുതൽ DGP ഓഫീസ് വരെ മാത്യു കൊളനാടൻ മാർച്ചിനൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ KSUവിന്റെ എല്ലാ നേതാക്കളും ഇന്നത്തെ മാർച്ചിനൊപ്പം അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരമായതുകൊണ്ട് തന്നെ, പ്രതിഷേധ മാർച്ച് ആയതുകൊണ്ട് തന്നെ ഈ മാർച്ചും സംഘർഷത്തിലേക്ക് കലാശിക്കാനുള്ള എല്ലാ സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ കൂടുതൽ, അതായത് പ്രവർത്തകർ പ്രകോപിതരായാൽ അല്ലെങ്കിൽ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടാൽ സ്വാഭാവികമായിട്ടും KSUവിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്നും സമാനമായ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന കാരണം. പ്രത്യേകിച്ച് ഇന്നലെ പോലീസ് സംയമനം പാലിച്ചിരുന്നു. ആ സംയമനം പാലിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് അക്രമ സംഭവങ്ങൾ ഉണ്ടായതും പോലീസിന്റെ 3 വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തത്. അപ്പോൾ വീണ്ടും സംയമനം പാലിച്ചാൽ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയും ഇതിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം, അതായത് എല്ലാ തവണയും സംയമനം പാലിക്കേണ്ടതില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ DGP ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് സകല സംവിധാനങ്ങളോടും കൂടി തന്നെ പോലീസ് ഈ മാർച്ചിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ DGP ഓഫീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം പ്രവർത്തകർ മുൻപിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ബാരിക്കേഡുകൾ നീക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എത്രത്തോളം KSU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരമായതുകൊണ്ട് തന്നെ, പ്രതിഷേധ മാർച്ച് ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രവർത്തകർ ഇതിൽ അണിനിരക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി, സംസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള പ്രവർത്തകരുണ്ട്. 4 വൈസ് പ്രസിഡന്റുമാരടക്കം, സംസ്ഥാന പ്രസിഡന്റും 4 വൈസ് പ്രസിഡന്റുമാരും അടക്കം, ഒപ്പം മാത്യു കൊളനാടൻ MLA തുടങ്ങിയ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ KSUവിന്റെ മാർച്ചിൽ ഇന്ന് അണിനിരക്കുന്നുണ്ട്. സമാനമായി തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരം മറ്റൊരു സ്ഥലത്തും നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനമൊട്ടാകെ ഇത്തരത്തിലുള്ള പ്രതിഷേധം, പോലീസിനെതിരായിട്ടുള്ള പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് KSUവും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവകേരള സദസ്സിന്റെ പലതരത്തിലുള്ള ബോർഡുകൾ, മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച എല്ലാ ബോർഡുകളും വഴിയിലുടനീളം KPCC ആസ്ഥാനം മുതൽ DGP ഓഫീസ് വരെയുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച എല്ലാ ബോർഡുകളും നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് KSU പ്രവർത്തകർ ഇതിനോടുള്ള സമീപനം സ്വീകരിച്ചത്. എന്തായാലും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട്, അതായത് മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സിനുമെതിരായിട്ടുള്ള പ്രതിഷേധം തങ്ങൾ തുടരും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് KSUവും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ 2 ദിവസങ്ങളായി സംസ്ഥാന തലസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകർ മുകളിൽ, അതായത് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഇവിടെ പോലീസ് കൂടുതൽ, അതായത് ഇന്നലെ ഉണ്ടായിരുന്ന പോലീസിനേക്കാൾ കൂടുതൽ സന്നാഹത്തെ ഇന്ന് ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ 200ഓളം പ്രവർത്തകർ, 200 താഴെ പ്രവർത്തകർ മാത്രമേ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എത്തുകയുള്ളൂ എന്നുള്ളൊരു കണക്കുകൂട്ടലിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അത് പിന്നീട് ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ അതിൽ കൂടുതൽ,
അതായത് 500-ലേറെ പ്രവർത്തകർ പല സ്ഥലങ്ങളിൽ നിന്നായി വരികയും അവിടെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ തികയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെയൊക്കെ ഇടയ്ക്കാണ് 3 വാഹനങ്ങൾ പോലീസിന്റേതായിട്ട് നശിപ്പിക്കപ്പെട്ടത്. അതായത് ഒരു പിങ്ക് പോലീസിന്റെ വാഹനമടക്കം പോലീസിന്റെ വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഒപ്പം തന്നെ പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന ഫൈബർ ഷീൽഡ്, ലാത്തികൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. അതുകൂടാതെ പോലീസുകാർക്ക് നേരെ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പക്ഷെ അപ്പോഴെല്ലാം പോലീസ് ഈ എണ്ണം കുറവായതുകൊണ്ട് തന്നെ സംയമനം പാലിക്കുന്ന അന്തരീക്ഷമാണ് കണ്ടത്. അവസാനം ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് യൂത്ത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം നേരത്തെ അക്രമം സൃഷ്ടിച്ച 2 പേരെ കീഴടങ്ങുക എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഇത്രയും പേരെ മാത്രം കസ്റ്റഡിയിൽ എടുത്താൽ മതി എന്നുള്ള ധാരണ പ്രകാരം പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഇന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സംയമനം തുടരില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ന് സമരക്കാരെക്കാൾ അധികം പോലീസുകാർ തന്നെ സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ ജലപീരങ്കി അടക്കമുള്ള ഗ്രനേഡ് അടക്കമുള്ള എല്ലാ വസ്തുക്കളും പോലീസിന്റെ ഭാഗത്തുണ്ട്. ആ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അക്രമാസക്തമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ നേരിടുക എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഉണ്ടായ ആ ഒരു സംയമനം ഇനി ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ ഇവർ ബാരിക്കേഡിന് മുകളിൽ കയറി ചെറിയൊരു രീതിയിൽ പ്രതിഷേധം തീർക്കുക എന്നുള്ള സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുക. പക്ഷെ അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം മാത്യു കുഴൽനാടൻ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം പോയതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള തരത്തിൽ, അതായത് ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്കാണ് KSU ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇവിടെ എല്ലാവിധ സന്നാഹങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തകർ ഏത് നിലയ്ക്കാണ് ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളത് അവർ വഴിയിലുടനീളം കാണിച്ചു കഴിഞ്ഞു, അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ എന്താണ് ഈ സമരങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സമരങ്ങളിൽ അവരുടെ നിലപാട് എന്താണ്, ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പതിച്ച എല്ലാ ബോർഡുകളും നശിപ്പിക്കുന്നതിൽ കൂടി വ്യക്തമാകുന്നത്. എന്തായാലും വഴിയിൽ ഉടനീളം അത്തരത്തിൽ പ്രവർത്തി ചെയ്തപ്പോഴൊന്നും പോലീസ് തടഞ്ഞില്ല. പക്ഷെ എല്ലാ പോലീസുകാരും കേന്ദ്രീകരിച്ചിരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിന് മുൻപിലാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകരാരെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് ഓടിക്കേറുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സുരക്ഷാ വീഴ്ച എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരും. അങ്ങനെ ഒന്ന് ഒരിക്കൽ കൂടി ഉണ്ടാവാതിരിക്കാൻ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ വീട്ടിൽ കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ DGPയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച കൂടി താങ്ങാൻ നിലവിൽ പോലീസിന് കഴിയില്ല. കാരണം അത്തരത്തിലുള്ളൊരു കർശന നിർദ്ദേശമൊക്കെ തന്നെ മുകൾ തട്ടിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയിൽ നിന്ന് അത്തരത്തിലുള്ള നിർദ്ദേശമൊക്കെ വന്നിരുന്നു. ഇനി ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ കർശന നടപടികൾ തന്നെയായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന മാർച്ചിന് ഒരു തരത്തിലും ഒരു പഴുതും ഉണ്ടാക്കാതെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് പ്രവർത്തകരെ കടത്തി വിടാതെ തന്നെ ഒരു പ്രവർത്തകൻ പോലും ബാരിക്കേഡ് മറികടന്നോ മറ്റേതെങ്കിലും വഴിക്കോ പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ പോലീസ് പ്രതിരോധം തീർത്തിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ സമരം ഇപ്പോൾ നിലവിൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതെങ്കിൽ പോലും ഇനി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വഴിയിലുടനീളം അത്തരത്തിലുള്ള ചില പ്രവർത്തികളായിരുന്നു KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടി വരും. നിലവിൽ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡിന് മുൻപിൽ ഇവർ നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഇനി അതിനുശേഷമായിരിക്കും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, മാത്യു കുഴൽനാടൻ MLA, മറ്റ് പ്രധാനപ്പെട്ട KSU നേതാക്കൾ എല്ലാവരും തന്നെ സംസാരിക്കുക. അതിനുശേഷമായിരിക്കും അവർ പിരിഞ്ഞു പോയതിനു ശേഷമായിരിക്കും സ്വാഭാവികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതായത് പ്രകടനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ മാർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാകാറുള്ള ചെറിയ തോതിലുള്ള സംഘർഷമൊക്കെ ഉണ്ടാകുക. അതൊരു വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പോലീസ് ഇനി അംഗീകരിച്ചു കൊടുക്കില്ല. അത്തരത്തിലൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ പ്രതിഷേധത്തിൽ കണ്ടതാണ്, അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലുള്ള പ്രതിഷേധത്തിനൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് ഒരു ഭാഗത്ത് വളരെ ശാന്തരായി നിൽക്കുകയായിരുന്നു. അവരെ അങ്ങോട്ടേക്ക് ചെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നത് പോലും അത്തരത്തിലൊരു നിലയിലല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ബാരിക്കേഡിന് അടുത്തേക്ക് ഒരു കൂട്ടം പ്രവർത്തകർ എത്തുമ്പോൾ അതിന് പുറകിലേക്ക് മാറിക്കൊണ്ട് ലാത്തിയുമായി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നിൽക്കുന്നു. അപ്പോൾ അതായത് ഏത് സാഹചര്യത്തെയും നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് പോലീസ് ഉദ്ദേശിക്കുന്നത്. അക്രമ സംഭവങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും. ഇന്നലത്തെ ഒരു കാര്യം ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് ഈ പോസ്റ്ററുകളും ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ കീറിയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു തരത്തിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ മാത്രമേ ആശങ്കപ്പെടേണ്ടതുള്ളൂ. തലസ്ഥാനം ഒരിക്കൽ കൂടി യുദ്ധക്കളമാകുന്നത് പോലീസിന് എന്തായാലും വലിയൊരു പ്രശ്നമായി
തന്നെ നിൽക്കും. കാരണം തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക്, ഇന്നതുപോലെ DGP ഓഫീസിലേക്ക്. അപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ 2 ദിവസം സമരം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്, ആ സമരം യുദ്ധക്കളം പോലെ ആക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ പോലീസിനെ സംബന്ധിച്ച ഒരു വലിയ ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം സ്വാഭാവികമായിട്ടും പോലീസ് അത്തരം സംഘർഷങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഇവിടെയുള്ള സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഉദ്ഘാടന പരിപാടികളിലേക്കാണ്